ഫസ്റ്റ് ഹാഫിൽ അവർ പൊളിച്ചു. അവരുടെ വൈബാണ്, ആ കോംബോ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവുന്ന രീതിയിലുള്ള. ബേസിലും വൃത്തിയും കൊള്ളായിരുന്നു, നല്ല കോമഡി ഉണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്, നല്ല പടം, പോയി കാണണം. കിടിലം പടം, ഫുൾ ടൈം കോമഡി എന്റർടൈനർ ആണ്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ചിരിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ആവശ്യം എന്തായിരുന്നത്. കാരണം ഇവർ രണ്ടുപേരും കുറച്ച് കാരിക്കേച്ചർ എക്സാഗറേറ്റഡ് ആയിട്ടാണ് ഈ സിനിമ മൊത്തം പോകുന്നത്. കോമഡി ഓറിയന്റഡ് തന്നെ, ഫുൾ കോമഡി പടമാണ്, നല്ല രസമായിരുന്നു കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. ഒരു സിമ്പിൾ ത്രെഡിൽ ഭയങ്കര രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഒഴുക്കുള്ള സിനിമയാണ്, കോമഡി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സിനിമയാണ്. കോസ്റ്റ്യൂം നല്ല രസമുണ്ടായിരുന്നു. അയ്യോ, ഫസ്റ്റ് ഹാഫിൽ അവർ പൊളിച്ചു. അവരുടെ വൈബാണ്, ആ കോംബോ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവുന്ന രീതിയിലുള്ള കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ബേസിലായിട്ട് ഭയങ്കര ക്യൂട്ട് എക്സ്പ്രഷനൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. മ്യൂസിക്കും കൂടെ വന്നപ്പോൾ അതിലേറെ രസമായി. അത്രയേ ഉള്ളൂ, ഇഷ്ടമായി. ബേസിലും വൃത്തിയും കൊള്ളായിരുന്നു, നല്ല കോമഡി ഉണ്ടായിരുന്നു. സോ ടാലന്റഡ്, എനിക്ക് എത്ര പറയും. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്, നല്ല പടം, പോയി കാണണം. നല്ല പടം, നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ പടമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി പടം, സൂപ്പർ പടം. അശ്വതി ചേച്ചിനെ കാണാനായിട്ടാണ് സത്യത്തിൽ ഈ സിനിമയിൽ കാണാൻ വന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടത് എക്സ്പെക്ടേഷൻ ഫുള്ള് കംപ്ലീറ്റ് മാറി. ബേസിലേറ്റിനെയും രാജചേട്ടനെയും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതിൽ. അങ്ങനെ സൂപ്പർ പടം, ഒരു ബമ്പർ ഹിറ്റാണ്, ഒരു രക്ഷയില്ല. പൃഥ്വിരാജും ബേസിലും അന്യായ അഭിനയം, ഒരു രക്ഷയും പറയാനില്ല. കിടിലം പടം, ഫുൾ ടൈം കോമഡി എന്റർടൈനർ ആണ്. ഇത്രയും ഫുൾ സ്ട്രെച്ച് കോമഡി വർക്കൗട്ടായി പറഞ്ഞാൽ ഈ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല. സൂപ്പർ ഹിറ്റ് ആകാൻ പോകുന്ന പടമാണ്. നല്ല രീതിയിൽ ബേസിലിൻ്റെ ആക്ടിംഗ് ഉണ്ട്. പടം അടിപൊളി പടമാണ്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ചിരിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. പൃഥ്വിരാജ് സൂപ്പറാണ്, അതിന്നും സൂപ്പറായിരുന്നു. ബേസിൽ അടുത്ത 100 കോടി ക്ലബ്ബ് ഇത് തന്നെയായിരിക്കും. നല്ല പടം, ക്ലൈമാക്സ് അടിപൊളി പടം, നല്ല കോമഡി, അടിപൊളി പടം. പൃഥ്വിരാജിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് ഞാൻ പറയും. പൃഥ്വിരാജ് ബേസിൽ കോംബോ. ആദ്യം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ടീസറും ട്രെയിലറും കണ്ടപ്പോഴത്തേക്കും കുറച്ചെന്തോ ഒരു ഭയങ്കര എക്സാഗറേറ്റഡ് ആയിട്ട് കോമഡി ചെയ്യുന്നത് പോലെ തോന്നി. പക്ഷേ ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ആവശ്യം എന്തായിരുന്നത്. കാരണം ഇവർ രണ്ടുപേരും കുറച്ച് കാരിക്കേച്ചർ എക്സാഗറേറ്റഡ് ആയിട്ടാണ് ഈ സിനിമ മൊത്തം പോകുന്നത്. അത് വേറെ ലെവലായിട്ടുണ്ട്. രണ്ടുപേരുടെ കോമഡി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. തിയേറ്ററിനകത്ത് എല്ലാവരും കണക്ട് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്കകത്ത് പഴയ 2 പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പം ഈ അടുത്ത കാലത്ത് ഒരു ട്രെൻഡാണ്, പക്ഷേ അത് വളരെ മനോഹരമായി ഉപയോഗിച്ചിട്ടുണ്ട്. ധ്യാനാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞു ബേസിൽ അഭിനയത്തിൻ്റെ ഇതിൽ ഒളിച്ചു പോയി എന്ന അഭിനയം കണ്ടിട്ട്. അത് നേരെ തിരിഞ്ഞാണ്. ബേസിലിൻ്റെ ത്രാസ് താന്ന് തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. സൂപ്പർ ആക്ടിങ് ബേസിലാണ് ഫുൾ ഡ്രൈവ് ചെയ്യുന്നത്. പൃഥ്വിരാജിൻ്റെ രാജുവിൻ്റെ നല്ല സൂപ്പർ ആക്ടിങ്, നല്ല ക്ലൈമാക്സ്, മ്യൂസിക് എല്ലാം നന്നായിട്ടുണ്ട്. ബിപിൻ ദാസിൻ്റെ സൂപ്പർ ഡയറക്ഷൻ, പറയാതെ വയ്യ. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ, എല്ലാവരും പോയി കാണുക. കിടില സൂപ്പർ ഹിറ്റ്, ഉറപ്പ് സൂപ്പർ ഹിറ്റ്, കിടിലം പടം. പടം കൊള്ളാം, അടിപൊളിയായിരുന്നു, നല്ല പടമാണ്. നല്ലൊരു എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റാണ്, മൊത്തത്തിലൊരു എൻ്റർടൈൻമെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു നമ്മുടെ ക്ലൈമാക്സിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പണ്ടത്തെ നമ്മുടെ അരംപ്ലസിൽ എങ്ങനെ അല്ലെങ്കിൽ മഴ പെയ്യുന്ന പത്രങ്ങൾ ആ ടൈപ്പ് പോലത്തെ ലോജിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല. അല്ല, നമുക്ക് ഫുൾ ടൈം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വർക്കൗട്ടാണ്. പടം ടോട്ടലി കുഴപ്പമില്ല, കൊള്ളാം, നല്ല പടമാണ്. അടിപൊളി പടം, ഒരു രക്ഷയില്ല. ഫുള്ള് കോമഡിയാണ്, നല്ല രീതിയിൽ അടിപൊളി പടം. എല്ലാവരും ഒരേ ലെവലിൽ ആക്ടിങ്ങും എല്ലാം വേറെ ലെവൽ. വാച്ചബിളാണ്, ഫാമിലി ആയിട്ട് വന്നിട്ട് 2.5 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. എല്ലാവർക്കും ഒന്ന് കാണാം. കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം വീണ്ടും മലയാള സിനിമ ഒരു ഹിറ്റ് പരിപാടിയിലേക്ക് കയറുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു സിനിമയാണ്. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് കൊള്ളാം, ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൻ്റെ പെർഫോമൻസ് വളരെ, അഭിനയിച്ചവർ എല്ലാവരും കൊള്ളാം. ക്ലൈമാക്സ് ഒക്കെ വളരെ നന്നായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു പാർട്ടെന്ന് പറഞ്ഞാൽ ആർട്ട് ഡയറക്ഷനാണ്. കാരണം ഗുരുവായൂർ മുഴുവനായിട്ട് സെറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷേ അത് സെറ്റാണെന്ന് തോന്നാത്ത രീതിയിൽ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. മ്യൂസിക്, അങ്കിത് മേനോൻ്റെ മ്യൂസിക് കൊള്ളാം, വിഷ്വൽസ് കൊള്ളാം, പെർഫോമൻസസ് കൊള്ളാം. എല്ലാ തരത്തിലും വാച്ചബിളായിട്ടുള്ള സിനിമയാണ്. ധൈര്യമായിട്ട് വന്നത് നല്ല പടമാണ്. പൃഥ്വിരാജും ബേസിൽ ജോസഫിൻ്റെ കോംബോ ഒക്കെ നൈസായിരുന്നു. നല്ല സ്ക്രിപ്റ്റ് വൈസ് ഒരുപാട് അങ്ങനെ ഡീപ്പായിട്ടുള്ള സ്റ്റോറിയൊന്നുമില്ല, പക്ഷേ അടിപൊളിയായിട്ട് കോമഡിയൊക്കെ നല്ലവണ്ണം വർക്കൗട്ട് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ലാസ്റ്റ് ഒരു ഗസ്റ്റ് റോളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ നല്ലൊരു കോമഡി ഓറിയന്റഡ് തന്നെ, ഫുൾ കോമഡി പടമാണ്, നല്ല രസമായിരുന്നു കാണാൻ. പൃഥ്വിരാജിൻ്റെ അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പലപ്പോഴും അദ്ദേഹത്തിന് വന്നിരുന്ന ഒരു വിമർശനം, കാരണം പ്രത്യേകിച്ച് ഒരു ഹാസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു വിമർശനം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്, ഒരു റിപ്പീറ്റേഷൻ വരുന്നത് ഇതൊക്കെ. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹം പിടിച്ച ഒരു മീറ്റർ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. നമ്മൾ കുറച്ചൊരു എക്സാഗ്രേറ്റഡ് ആണെങ്കിൽ കൂടെ
അത് പക്ഷെ അതായിരുന്നു ഈ റോളിന് ആവശ്യം. അതായത് തുടക്കം മുതൽ അവസാനം വരെ പുള്ളി ഒരു ഓവറോൾ ഈ സിനിമ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയ്ക്ക്. ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ടെന്ന്. രണ്ടുപേരുടെ കോമ്പിനേഷനും ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്.